ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. മുഖത്തിൻ്റെ നിറം നല്ല രീതിയിൽ കൂടാനും അതേപോലെ തന്നെ മുഖത്തുള്ള കറുത്ത പാടുകളും കരിവാളിപ്പെല്ലാം മാറി മുഖം നല്ല ഈവണായിട്ട് നിറം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഒറ്റ യൂസ് തന്നെ ഒരു ഗ്ലോ ഉണ്ടാവും, പക്ഷേ ആ ഒരു നിറം പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഡെയിലി ചെയ്യണമെങ്കിൽ ഡെയിലി ചെയ്യാം. ഇനി ഡെയിലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വീക്ക്ലി 2 ടൈംസ് എങ്കിലും ഒരു മാസം വെച്ച് കണ്ടിന്യൂസ് ചെയ്യാനാണെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മസൂർ ഡാലി. ഇതാണ് കേട്ടോ മസൂർ ഡാലി. മസൂർ ഡാലി എന്ന് പറയുമ്പോൾ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ഓറഞ്ച് കളർ പരിപ്പ്, ഇതാണ് ഈ മസൂർ ഡാലി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും, നമ്മളെ പരിപ്പ് കിട്ടുന്ന എല്ലാ സ്ഥലത്തും, സാധാരണ കടലപ്പരിപ്പെല്ലാം കിട്ടുന്ന എല്ലാ സ്ഥലത്തും ഈ ഒരു മസൂർ ഡാലും കിട്ടും. അപ്പോൾ അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പൊടി പോലെ പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബോട്ടിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. എല്ലപ്പോൾ ഇങ്ങനെ പൊടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ പൊടിയിൽ ഈർപ്പൊന്ന് കയറാണ്ട് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മസൂർ ഡാലിൻ്റെ ആ ഒരു പൊടിയാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. കടലപ്പൊടി നമ്മളെല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് കടലപ്പൊടി. അപ്പോൾ 1 ടീസ്പൂൺ, അത് ഈ ഒരു കണക്കിലെടുത്താൽ മതി. 1 ടീസ്പൂൺ മസൂർ ഡാലിൻ്റെ പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ കടലപ്പൊടി എടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കോഫി പൗഡർ. ബ്രൂ കോഫി നിങ്ങളെടുത്തുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന കോഫി ഫേസ് പാക്ക് എന്ത് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് ബ്രൂ കോഫിയിലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ വേറെ ഏതാ കോഫി പൗഡർ ഉള്ളതെന്ന് വെച്ചാൽ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ബ്രൂ ഉണ്ടെങ്കിൽ ബ്രൂ ആണ് നല്ലതെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തൈരിനാണ് കേട്ടോ നല്ല റിസൾട്ട് ഉള്ളത്. ഇനി തൈരില്ലാത്തവർക്ക് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യുക, പക്ഷേ തൈരിലാണ് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി തൈര് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിക്ക് മിക്സായി കിട്ടണം. കോഫിയും കടലമാവും അതേപോലെ തന്നെ മസൂർ ഡാലിൻ്റെ പൗഡറും നമ്മുടെ ഓയിലും തൈരും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടണം. അവിടെ എവിടെയായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതായത് ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് മുഖത്തേക്ക് ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മസാജ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ താടിയുടെ ഭാഗം ഉണ്ടല്ലോ, താടിയുടെ ഭാഗത്തുനിന്ന് മേലേക്ക് സർക്കുലാർ മോഷനിൽ പിന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അത് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു മസാജിങ് ആണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ് ഫേസിൽ വെക്കുക. പിന്നെ സമയം ഇല്ലെങ്കിൽ 25 മിനിറ്റ് എങ്കിലും ഫേസിൽ വെക്കുക. സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ ഫേസിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുന്നതാണ്. ഒരു 25 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കഴുകിയെടുത്തത് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഫേസ് നല്ല സോഫ്റ്റ് ആവും, അതേപോലെ തന്നെ നല്ലൊരു തിളക്കം ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു 24 hours മാത്രമേ ആ ഒരു ഗ്ലോ നിലനിൽക്കൂ. അതിനുശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ, അതായത് അലോവേര ജെല്ലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ മുഖത്ത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട് എന്നറിയില്ല. എന്തിരുന്നാലും നമ്മൾ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങളെ ഫേസിൽ സൂട്ടാവാത്തത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ മുഖത്തേക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.